നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിൽ പ്രതീക്ഷ. ചൈന ന്യൂ ഇയർ ആഘോഷങ്ങളിൽ അമർന്നതിനാൽ റെഡി മാർക്കറ്റിൽ ഷീറ്റിന് ആവശ്യക്കാർ കുറവായിരുന്നു. ഇതിൻ്റെ പ്രതിഫലം എന്നോണം അവധി വ്യാപാര കേന്ദ്രങ്ങളിലും ഇടപാടുകളുടെ വ്യാപ്തി ചുരുങ്ങി. ബാങ്കോക്കിൽ ഷീറ്റ് വില 21,465 രൂപയിൽ നിന്നും 21,700 രൂപ വരെയും കയറിയ വിവരം കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബറിനെ 21,300 രൂപയിൽ നിന്നും 21,600 രൂപ വരെയും ഉയർത്തി. 5ാം ഗ്രേഡ് 21,300 രൂപയിലും ലാറ്റക്സ് 14,000 രൂപയിലും ഒട്ടുപാൽ 14,700 രൂപയിലുമാണ് വാരാന്ത്യം. ഉയർന്ന പകൽ താപനിലയ്ക്കിടയിൽ ശനിയാഴ്ച പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭ്യമായത് തോട്ടം മേഖലയ്ക്ക് ആശ്വാസം പകരും. തുടർ മഴ ലഭ്യമായാൽ സ്ഥിതിഗതികളിൽ മാറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ റബ്ബറിന് ഇപ്പോൾ വൻ ഡിമാൻഡ് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും വില കുതിച്ചു കയറാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നല്ല കനത്ത മഴയായിരുന്നു. റബ്ബർ ടാപ്പിംഗ് പലരും നിർത്തിയിട്ടുണ്ട്. സീസൺ ടാപ്പിംഗ് തുടരുന്നവർക്ക് ഈ വില പ്രയോജനം ചെയ്യും. ഇനിയിപ്പോൾ ടാപ്പിംഗ് നിർത്തിയവർ ഇനി ടാപ്പിംഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇലയൊക്കെ മുറ്റിയിട്ട് ഇനി 3-4 മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസത്തോടൊക്കെ ഇനി ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്ക് വിപണിയിലെ ബാക്കി വിശേഷങ്ങൾ നോക്കാം. കൊക്കോയിൽ ആശ്വാസം, കുരുമുളകിൽ ചാഞ്ചാട്ടം. ആഭ്യന്തര വിപണിയിൽ കൊക്കോ മികവ് നിലനിർത്തിയത് ഉൽപ്പാദകർക്ക് ആശ്വാസമായി. എന്നാൽ രാജ്യാന്തര മാർക്കറ്റിൽ കൊക്കോ രൂക്ഷമായ വില തകർച്ചയിൽ. കുതിപ്പിന് ശേഷം കുരുമുളകിൽ വീണ്ടും തിരുത്തൽ. 700 രൂപയിലെ താങ്ങ് വാരാന്ത്യം മുളകിന് നഷ്ടമായി. ദക്ഷിണേന്ത്യൻ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് കാലിടറി. വാരാന്ത്യത്തിലെ മഴ റബ്ബർ ഉൽപ്പാദകരിൽ പ്രതീക്ഷ പകർന്നു. ഹൈറേഞ്ചിലെയും മധ്യ കേരളത്തിലെയും കൊക്കോ കർഷകർ വിളവെടുപ്പിൻ്റെ തിരക്കിലാണ്. ജനുവരിയെ അപേക്ഷിച്ച് ഈ മാസം ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവ് ഉയർന്നു. കാലാവസ്ഥ അനുകൂലമായാൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മികച്ച വിളവിന് അവസരം ലഭിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം അവസാനം അനുഭവപ്പെട്ട മഴയിൽ വിവിധ തോട്ടങ്ങളിലും വ്യാപകമായി കൊക്കോ പൂക്കൾ അടർന്നു വീണത് ജനുവരിയിൽ വിളവ് കുറയാൻ ഇടയാക്കിയിരുന്നു. മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലും ഉൽപ്പാദനം ഉയർന്നതിനൊപ്പം ചെറുകിട വിപണികളിൽ കഴിഞ്ഞ വാരം വരവ് ഉയർന്നു. ചോക്ലേറ്റ് വ്യവസായികൾ കൊക്കോ പച്ചക്കായ്ക്ക് 100 രൂപ മുതൽ 130 രൂപയ്ക്കും കൊക്കോ പരിപ്പിന് 330 രൂപയ്ക്കും ശേഖരിക്കുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിൽ കൊക്കോ ശക്തമായ നിലയിലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഉൽപ്പന്നം കനത്ത വില തകർച്ചയെ അഭിമുഖീകരിക്കുന്നു. ടണ്ണിന് $4,100 നിന്ന് കഴിഞ്ഞ വാരം ന്യൂയോർക്കിൽ കൊക്കോ വില $2,898 വരെയും ഇടിഞ്ഞ ശേഷം $3,050 ഒരു വർഷത്തിനിടയിൽ രാജ്യാന്തര കൊക്കോ വില ഇടിഞ്ഞത് 72%. കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തിൽ നിരക്ക് $10,000 മുകളിലായിരുന്നു. കുരുമുളക് കയറ്റിറക്കം. ആഭ്യന്തര ഡിമാൻഡിൽ കുതിച്ച ശേഷം കുരുമുളക് വിപണി സാങ്കേതിക തിരുത്തലിലേക്ക് പ്രവേശിച്ചു. വിളവെടുപ്പിനിടയിലെ ചരക്ക് ക്ഷാമത്തിൽ ഏതാനും ആഴ്ചകളിൽ മികവ് കാണിച്ച ഉൽപ്പന്നം ശക്തമായ നിലയിൽ തന്നെയാണ്. അതേസമയം വ്യവസായികൾക്ക് മുൻകൂർ ചരക്ക് വിറ്റ പലർക്കും സംഭരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ അന്തർ സംസ്ഥാന വാങ്ങലുകാർ സംഘടിതരായി രംഗം വിട്ടതുമൂലം ഉൽപ്പന്ന വില നിത്യേന 200 രൂപ വീതം ഇടിഞ്ഞു. വാങ്ങലുകാർ തിരിച്ചെത്തുന്നതോടെ വിപണി വീണ്ടും ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദന മേഖല. US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്റർ വേളയിലെ ഡിമാൻഡ് മുന്നിൽ കണ്ടുള്ള കുരുമുളക് സംഭരണം തുടരുന്നു. ആഗോള ലഭ്യത ചുരുങ്ങിയതിനാൽ നിരക്ക് ആകർഷകമാകാം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $850. കൊച്ചിയിൽ അൺഗാർബിൾഡ് 708 രൂപയിൽ നിന്നും 699 രൂപയായി. ഏലം വരവ് കുറയുന്നു. ഏലം ഉൽപ്പാദന മേഖലകളിലെ വരണ്ട കാലാവസ്ഥയ്ക്കിടയിൽ വാരാന്ത്യം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായത് തോട്ടം മേഖലയ്ക്ക് പ്രതീക്ഷ പകരുന്നു. ഉയർന്ന താപനില മൂലം മാസാരംഭം മുതൽ തന്നെ പല ഭാഗങ്ങളിലും കർഷകർ തോട്ടങ്ങളിൽ നിന്നും അല്പം പിന്മാറിയിരുന്നു. വാരാന്ത്യം നടന്ന 2 ലേലങ്ങളിലും വരവ് കുറവായിരുന്നു. ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് 2,394 രൂപയിലും മികച്ച ഇനങ്ങൾ 2,893 രൂപയിലുമാണ്. നാളികേര സംഭരണത്തിൽ ഇടിവ്. കൊപ്ര വിറ്റുമാറാൻ തമിഴ്നാട്ടിലെ സ്റ്റോക്കിസ്റ്റുകൾ തിടുക്കം കാണിക്കുന്നത് കണ്ട് വ്യവസായികൾ ചരക്ക് സംഭരണം കുറച്ചു. കാങ്കയത്ത് കൊപ്രയ്ക്ക് കിൻഡലിന് 1,400 രൂപ ഇടിഞ്ഞു. ഇതിൻ്റെ പ്രതിഫലമെന്നോണം കൊച്ചിയിൽ എണ്ണ കൊപ്ര വിലകളും താഴ്ന്നു. തമിഴ്നാട് വെളിച്ചെണ്ണയ്ക്ക് 350 രൂപ മാത്രം കുറച്ചപ്പോൾ മില്ലുകാർ കൊപ്ര വില 950 രൂപ ഇടിച്ചത് ഉൽപ്പാദകർക്ക് കനത്ത തിരിച്ചടിയായി. വ്യവസായികൾ കൊപ്ര വില കൃത്രിമമായി ഇടിക്കാൻ ശ്രമിക്കുന്നതായി നാളികേര ഉൽപ്പാദകർ പറയുന്നു. തമിഴ്നാട്ടിൽ കൊപ്ര വില കിൻഡലിന് 16,000 രൂപയായി ഇടിഞ്ഞു. ഒട്ടുമിക്ക ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നു. പച്ചത്തേങ്ങ ലഭ്യത മാസാവസാനം വർദ്ധിക്കാം. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില
290 രൂപയിലും കൊപ്ര 175 രൂപയിലുമാണ്. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.